യോഗം നമ്പർ 11 ഗന്ധർവഹസ്താദി കഷായം. ഗന്ധർവഹസ്ത ചിരുവില്വ ഹുദാശവിശ്വ പഥ്യാ പുനർനവ യവാശക ഭൂമിതാലൈഃ ക്വാദഃ സസൈന്ധവഗുളം പവനസ്യ ശാന്തൈഃ വഹ്നേർബലായ രുചയേ മലശോധനായ. ഇതിലുള്ള ഡ്രഗ്സ് ഗന്ധർവഹസ്ത, ചിരുവില്വ, ഹുദാശ, വിശ്വ, പഥ്യ, പുനർനവ, യവാശക, ഭൂമിതാളം. ഇങ്ങനെ 8 ഡ്രഗാണ്. അനുപാനം പറയുന്നത് സൈന്ധവവും ഗുളവുമാണ്. അതായത് ഇന്ദുപ്പും ശർക്കരയും ചേർത്താണ് കഴിക്കേണ്ടത്. ഫലശ്രുതി നോക്കാം. പവനസ്യ ശാന്തേഹേ, GIT റിലേറ്റഡ് ആയിട്ടുള്ള വാതകോപത്തിന്, വായുവിൻ്റെ ക്ഷോഭത്തിന് നല്ലതാണ് ഗന്ധർവഹസ്താദി കഷായം. പിന്നെ വഹ്നേർബലായ, നമ്മുടെ അഗ്നിബലം, അതായത് ജഠരാഗ്നിയുടെ ബലം കൂട്ടുന്നു. രുചയെ, ആഹാരത്തിന് രുചി ഉണ്ടാക്കുന്നു. മലശോധനായ, മലത്തെ ശോധിപ്പിച്ച് കളയാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു അനുലോമന, ഒരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഗന്ധർവഹസ്താദി കഷായത്തിനുള്ളത്. അധികം കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷന് നമ്മൾ കൊടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് വിശപ്പ് കൂടാനും അതുപോലെ ജഠരാഗ്നി, അതായത് അഗ്നിബലം കൂട്ടാനും നല്ലതാണ്. പക്ഷേ വളരെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ കുറച്ചുകൂടെ കട്ടിയുള്ള കഷായം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒരു ലാക്സേറ്റീവ്, ഒരു മൈൽഡ് ലാക്സേറ്റീവ് എന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും GIT റിലേറ്റഡ് ആയിട്ടുള്ള വാദത്തിന്, വായു കോപത്തിന്, വാദത്തിന് ഒരു അനുലോമനം കൊടുക്കുന്നതിന് ഏറ്റവും നല്ലൊരു കഷായമാണ് ഗന്ധർവഹസ്താദി കഷായം. ഇനി ഇതിലുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാവേ. ഫസ്റ്റ് വൺ ഗന്ധർവഹസ്ത, ആവണക്കാണ്, വെളുത്ത ആവണക്കാണ്, റിസിനസ് കമ്മ്യൂണിസ്, ചിരുവില്വ, ആവിൽത്തൊലി, ഹോളോപ്റ്റീലിയ ഇൻഡിറ്റിഫോളിയ, ഹുദാശ, കൊടുവേലി, നമ്മൾ വഗ്നി എന്നൊക്കെ പറഞ്ഞ ചിത്രകം, വഗ്നി എന്നൊക്കെ പറയുന്നത് ഹുദാശ, കൊടുവേലി, പ്ലംബാഗോ സൈലാനിക്ക, വിശ്വ, ചുക്ക്, സിഞ്ചിബർ ഫിഷ്നെയിൽ, പഥ്യ, കടുക്ക, ടെർമിനാലിയ ചെബുല, പുനർനവ, തഴുതാമ, ബൊയർഹീവിയ ഡിഫ്യൂസ, യവാശകം, കൊടിത്തൂവ, റാജിയ ഇൻവൊളുക്രേറ്റ, ഭൂമിതാളം നിലപ്പനക്കിഴങ്ങാണ്, കുർക്കുലിഗോ ഓർക്കിയോയിഡസ്. അനുപാനം സൈന്ധവം, ഗുഡം. സൈന്ധവം ഇന്ദുപ്പാണ്, ഗുഡം ശർക്കരയാണ്. ഇത്രയേ ഉള്ളൂ ഈ കഷായം.